ഗായ്സ്, ഇന്ന് നമ്മളിവിടെ ഒരു ചേമ്പപ്പവും അതുപോലെ തന്നെ ഒരു ചിക്കൻ സമൂസയുമാണ് കേട്ടോ തയ്യാറാക്കാൻ. ആദ്യം തന്നെ നമുക്ക് സമൂസ സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പൊ അതിനായിട്ട് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ കുറച്ച് ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റും കാബേജും ആണ് കേട്ടോ. അപ്പൊ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓയിൽ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് സവാള ഒന്ന് ചേർത്ത്. അപ്പോൾ സവാളയിൽ കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ എന്താ, നോമ്പിന് ഒഴിച്ചുകൂടാത്ത ഒരു സംഭവം അല്ലേ സമൂസ, കട്ട്ലേറ്റ് ഒക്കെ. എല്ലാ വീട്ടിലും സമൂസ അല്ലെങ്കിൽ കട്ട്ലേറ്റ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾ എന്താ ചിക്കൻ സമൂസ എന്ന് പറഞ്ഞിട്ട് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യണേന്ന്. അപ്പോൾ നമ്മളെ മക്കൾക്ക് എന്തായാലും മക്കൾ സമൂസ കാണുമ്പോൾ എന്തായാലും കഴിക്കാതിരിക്കില്ല. അപ്പോൾ മക്കൾക്ക് കുറച്ച് ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിവിടെ വെജിറ്റബിൾസ്. അപ്പോൾ സവാള ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ജസ്റ്റ് ക്യാരറ്റ് അതുപോലെ തന്നെ ബീൻസ്, ക്യാബേജ് മൂന്നും ചേർത്ത് കൊടുക്കുക. കാബേജ് ചേർത്ത് നിങ്ങൾ സമൂസ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാബേജ് ചേർത്തിട്ട് സമൂസ ഉണ്ടാക്കുക. അതുപോലെ വേണമെങ്കിൽ പൊട്ടറ്റോം കൂടി ആഡ് ചെയ്യാം കേട്ടോ. ഇതിലേതെങ്കിലും ഒരെണ്ണം സ്കിപ്പാക്കിയിട്ട് പൊട്ടറ്റോം കൂടി ആഡ് ചെയ്യാം. അപ്പം എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചതച്ചതും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് ചേർക്കുക, അതിനുശേഷം വെജിറ്റബിൾസ് ചേർത്താൽ മതി കേട്ടോ. ഞാനിവിടെ വെജിറ്റബിൾസ് ചേർത്തതിന് ശേഷമാണ് ഇത്. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഞാനൊന്ന് ചിക്കൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ടാണ് ജസ്റ്റ് ഒന്ന് ചിക്കൻ വേവിച്ചെടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ മസാല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഓരോ ഫുഡിൻ്റെ പുറകിലും ഓരോ സ്റ്റോറി ഉണ്ടെന്ന് പറയുന്നത് വളരെ ശരിയല്ലേ. ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബജ്ജിയുടെ ടേസ്റ്റ് വെല്ലിമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന്. നമുക്ക് കുട്ടിക്കാലത്ത് കിട്ടിയ ടേസ്റ്റോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ടാവില്ല. നമുക്ക് ഓരോ ഫുഡിനും ഓരോരുത്തരുണ്ടാക്കുന്ന ഒരു ഫേവറേറ്റ് ഉണ്ടാവും. ഇപ്പോൾ എനിക്ക് വല്യമ്മയുടെ ഫുഡിലാണെങ്കിൽ കുറച്ച് ഫുഡുകൾ ഇഷ്ടമാണ്, ഉമ്മയുടെ ഫുഡിലാണെങ്കിൽ കുറച്ച് ഫുഡ് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ്സ്. അതുപോലെ എൻ്റെ ഫേവറേറ്റ് ആണ് വാപ്പ ഉണ്ടാക്കണ സമൂസ കേട്ടോ. സമൂസകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം വാപ്പ ഉണ്ടാക്കണം. അപ്പോൾ ഇതെനിക്ക് വാപ്പ പറഞ്ഞൊരു ടിപ്പാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അതായത് നമ്മുടെ സമൂസ ഷീറ്റ് ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം അത് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക, ചൂടാറിയതിന് ശേഷം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മസാലയിൽ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ല മസാലയ്ക്ക് ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ മസാലയിൽ കുറച്ച് ചിക്കൻ വേവിച്ചപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. ആ കുറച്ച് വെള്ളം ഞാൻ ആ മസാലയിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമുക്ക് ചിക്കൻ്റെ ആ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സമൂസ ഫില്ല് ചെയ്യുന്ന ഭാഗം എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാൻ വിട്ടുപോയി. അപ്പോൾ സമൂസ ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണയിലിട്ട് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സമൂസ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ടിപ്പും കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോണത് ചേമ്പപ്പാണ് കേട്ടോ. അപ്പോൾ പേരിൽ മാത്രം ചേമ്പപ്പെന്നുള്ളൂ, നമ്മൾ ചേമ്പൊന്നും ആഡ് ചെയ്യണില്ല. പിന്നെ പേര് വന്നിരിക്കണത് എന്ന് വെച്ചാൽ അതിൻ്റെ ഷേപ്പ് വെച്ചിട്ടാണ് ചേമ്പപ്പം എന്നുള്ള പേര് വന്നിരിക്കണത്. ചേമ്പിൻ്റെ വിത്തുണ്ടല്ലോ, അപ്പം അങ്ങനെയാണ് ചേമ്പപ്പെന്നുള്ള പേര്. 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. പഞ്ചസാരയും മുട്ടയും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ഏലക്കാപ്പൊടി. പിന്നെ മെയിൻ ചേമ്പപ്പത്തിന് ടേസ്റ്റ് കൊടുക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാലിലും ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ ചേമ്പപ്പത്തിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ. പിന്നെ പാലൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ 1.5 കപ്പ് അരിപ്പൊടിക്കാണെങ്കിൽ ഒരു 3/4 കപ്പോളം പാലൊഴിച്ചിട്ട് മിക്സ് ചെയ്ത് പാലൊഴിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എത്ര പാല് വേണം. അപ്പോൾ ഒരു അരമണിക്കൂർ ആ മാവ് അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് നമ്മുടെ ചേമ്പപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. പിന്നെ ഇത് ഈവനിങ്ങിന് പിള്ളേർക്ക് സ്നാക്സ് ഒക്കെ ആക്കിയിട്ട് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അതായത് മധുരമൊക്കെ ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് വളരെ
വളരെയധികം ഇഷ്ടാവും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.